തെലങ്കാനയിലെ മദർ തെരേസ സ്കൂളിന് നേരെ സംഘപരിവാർ ആക്രമണം നടത്തിയ സംഭവത്തിൽ 12 പേരെ അറസ്റ്റ് ചെയ്തു. സമ്മർദ്ദം ശക്തമായതോടെയാണ് അറസ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറായത്. അഞ്ഞൂറോളം സംഘപരിവാർ പ്രവർത്തകരാണ് തെലങ്കാന മദർ തെരേസ സ്കൂളിൽ അക്രമം അഴിച്ചുവിട്ടത്. എന്നാൽ അക്രമികളെ സംരക്ഷിക്കുന്ന നടപടി പോലീസിന്റെയും തെലങ്കാന കോൺഗ്രസ് സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായതിനു പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് 12 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 40-ലധികം സംഘപരിവാർ പ്രവർത്തകരെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയെങ്കിലും ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകൾ ചുമത്തി വിട്ടയക്കുകയായിരുന്നു. മാത്രമല്ല, അക്രമത്തിനിരയായ സ്കൂൾ മാനേജർ ഫാദർ ജെയ്മോൻ ജോസഫിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു. സംഘപരിവാർ അഴിഞ്ഞാട്ടത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം തെളിവുകൾ ലഭിച്ചിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കർശന നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി സർക്കാരിന്റെ ഭരണത്തിൽ ഉത്തരേന്ത്യയിൽ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെയും വിദ്യാലയങ്ങൾക്കെതിരെയുമാണ് അക്രമമുണ്ടായത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ സമാനമായ സംഘപരിവാർ അക്രമം നേരിട്ടതിന് പിന്നാലെ നിയമപരമായി ലഭിക്കേണ്ട സംരക്ഷണവും നിഷേധിക്കപ്പെട്ടത് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.